നമ്മുടെ തൊട്ട് അയൽരാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മളുമായി വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അത് ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ. പക്ഷേ ഷെയ്ഖ് ഹസീനക്ക് അവിടെ നിന്ന് രാജ്യം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഓടേണ്ടി വന്നതിന് ശേഷം അവരുടെ പാലസ് ആക്രമിക്കപ്പെട്ടു, അവരുടെ വീട് ആക്രമിക്കപ്പെട്ടു, അവരുടെ സാരി എടുത്ത ആളുകൾ ഉടുത്തുകൊണ്ട് പോയി, അവരുടെ ബെഡിൽ കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രോഷം അവിടെ തിളച്ചു മറിയുകയായിരുന്നു. ആ രോഷത്തിനൊക്കെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവർക്ക് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലൊക്കെ സംഘടനയുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയെ ഓടിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ആ സമൂഹത്തിലേക്ക് ഒരു ഇസ്ലാമൈസേഷൻ, ഒരു ഇസ്ലാമിക വൽക്കരണം കുറേ കൂടി നടത്തിയതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തൊട്ടടുത്ത പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഖാലിദാസിയയുടെ പാർട്ടിയല്ല, പകരം ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളാണ്. അവരുടെ സ്റ്റുഡൻസ് വിങ്ങും യുവജന വിഭാഗമൊക്കെയാണ് വലിയ തോതിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, ജനങ്ങളിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമികവൽക്കരണവും ആ ബോധവും ഒക്കെ കൂട്ടിയത്. യഥാർത്ഥത്തിൽ അവിടെ ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടായതാണ്. കുറേ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇക്കോണമിയായി മാറിയതാണ്. പക്ഷേ ഇതിനെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അവിടെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവിടെ നിന്ന് മാറേണ്ടി വന്നത്. അതിൽ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തൊക്കെ ചില മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ അതെല്ലാം വിശദമാക്കിയുണ്ട്, അതിനകത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വീടുകളും അടക്കമുള്ള ഒരു ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയുള്ള ഏറ്റവും വലിയ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അവിടെ മഹാഭൂരിപക്ഷവും സുന്നി മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ആകെയുള്ളത് 7.95% വരുന്ന ഹിന്ദു ജനവിഭാഗമാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ബുദ്ധിസ്റ്റുകളും അവിടെ ഉണ്ട്. ആ ഹിന്ദു ജനവിഭാഗം എന്ന് പറയുന്നത് 1,32,00,000 ആളുകൾ വരും, ചെറിയ സംഖ്യയല്ല. യഥാർത്ഥത്തിൽ അവിടെ 1951 22% ഹിന്ദുക്കളുണ്ടായിരുന്നു. അതാണ് കുറഞ്ഞ് ഇപ്പോൾ 7%, 7.95% വരുന്നത്. ഇനി അതിൽ നിന്ന് എത്ര കുറയും എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. എന്നാൽ മുസ്ലിം ജനസംഖ്യ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ബംഗ്ലാദേശിലുള്ളത്. അവരൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഈ ഇസ്ലാമെന്നും അതുപോലെ തന്നെ ഇസ്ലാമൈസേഷനൊക്കെ കുത്തിവെച്ചുകൊണ്ടാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഈ പരുവത്തിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശിനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന പോയതിന് ശേഷം അവിടെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒരു പാവ ഗവൺമെൻറ് ആക്കി ഒരു ചീഫ് അഡ്വൈസർ, അവിടെ പ്രധാനമന്ത്രി എന്നൊന്നും പോസ്റ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ ചീഫ് അഡ്വൈസറാക്കി അദ്ദേഹത്തെയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അപ്പോൾ ഈ നമ്മുടെ ഹിന്ദുക്കളെല്ലാം ആക്രമിക്കപ്പെടുമ്പോൾ ഈ ചീഫ് അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് യൂനുസ്, അദ്ദേഹം നൊബൽ പ്രൈസ് കിട്ടിയതാണ്. അദ്ദേഹം അവിടെ ഒരു ചെറിയ തോതിലുള്ള ബാങ്ക് തുടങ്ങി, അത് വലിയ തോതിലൊക്കെ വികസിപ്പിച്ച് അദ്ദേഹത്തിന് അത് കിട്ടിയതാണ്. ഷെയ്ഖ് ഹസീന പിടിച്ച് ജയിലിലിട്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ മോചനത്തിലേക്ക് വരുന്നത് അതിനുശേഷം, ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയൊക്കെ പോയതിന് ശേഷമാണ് അദ്ദേഹം വന്ന് അധികാരം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മതപരമായിട്ടുള്ള ഒരു ആക്രമണമല്ല. പകരം ഈ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷവും തന്നെ അവാമി ലീഗിൻ്റെ, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കൊപ്പമാണ് നിന്നിരുന്നത്. അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിൻ്റെ പ്രവർത്തകരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളും കൂടി ആക്രമിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2 കൗൺസിലർമാർ അവിടെ മോബ് ലിഞ്ചിങ്ങിൽ, അതായത് ആൾക്കൂട്ട ആക്രമണത്തിൽ വധിക്കപ്പെട്ടതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ചില ഹിന്ദു ആരാധനാലയങ്ങളൊക്കെ സംരക്ഷിക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ട് ചില മുസ്ലിം പണ്ഡിതന്മാരൊക്കെ തന്നെ വന്ന് നിന്നിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ തന്നെ വന്ന് ഏറ്റവും ആദ്യമേ തന്നെ ഒന്ന് അമ്പലങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കൈകോർത്തൊക്കെ നിന്ന് വീഡിയോ എടുക്കുകയും അതിനുശേഷം അമ്പലമൊക്കെ തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന കലാപരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന, ബംഗബന്ധു എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രപിതാവായിട്ടുള്ള ആളുടെ ഫോട്ടോ തന്നെ ഇപ്പോൾ അവിടുത്തെ നോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ തല്ലിപ്പൊളിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കലാപകലുഷിതമായി നിൽക്കുമ്പോൾ അവിടെയുള്ള മൈനോറിറ്റികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അതായത് നമ്മുടെ മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഇവിടെ മതന്യൂനപക്ഷങ്ങളോട് നമ്മൾ വളരെ മര്യാദക്ക് പെരുമാറണം, നന്നായി പെരുമാറണം, അവർ മനുഷ്യരാണ് എന്ന് പറയുന്ന തത്വമൊക്കെ ഉയർത്തുമെങ്കിലും ബംഗ്ലാദേശിലേക്ക് ചെല്ലുമ്പോൾ ആ തത്വമില്ല. കാരണം അവിടെ ഭൂരിപക്ഷം അവരാണ്. അപ്പോൾ ഭൂരിപക്ഷം അവർ വന്നാൽ ഇങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൗദൂദിയൻ ആശയങ്ങളാണ്. പാകിസ്ഥാനിലൊക്കെ ആ സംഘടനയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി,
ഇത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് രണ്ട് പ്രസ്ഥാനങ്ങൾ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് മുഹമ്മദ് യൂനുസ് അടക്കം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കം ഒന്ന് കിടുങ്ങി വിറക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത് DYFI ആണ്. DYFI നമുക്കറിയാം, ആമസോൺ കാടുകൾക്ക് തീപിടിച്ചപ്പോൾ പോലും എംബസിയുടെ മുമ്പിൽ വലിയ തോതിൽ മനുഷ്യച്ചങ്ങല തീർത്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും റഹീമിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, കേരളത്തിലേക്കും അതുപോലെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല, കേരളത്തിൽ എന്താണെങ്കിലും പന്തം കൊളുത്തി പ്രകടനവുമായി ഇറങ്ങാൻ പോവുകയാണ്. ഈ പന്തം കൊളുത്തി പ്രകടനം കണ്ട് ഖാലിദാസകയും അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും മുഹമ്മദ് യൂനുസും ഒക്കെ ഞെട്ടിപ്പറക്കുകയും നാളെ മുതൽ മിക്കവാറും ഈ റിലീജിയസ് പെർസിക്യൂഷൻ, അതായത് മതപരമായിട്ടുള്ള ഒരു പീഡനമൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ എന്താണെങ്കിലും കഴിഞ്ഞ തവണ മുസ്ലിം സമുദായത്തിനോട് അനുകൂലമായ പല നിലപാടുകളൊക്കെ എടുത്തു, ചില പ്രീണനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അതിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള വോട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, സ്വന്തം വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോകും, ഒഴുകിപ്പോകും BJPയിലേക്കെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം DYFI ഇത്തവണ ഇറക്കുന്ന നമ്പർ. നേരത്തെ നമുക്കറിയാം CA വിരുദ്ധ പ്രക്ഷോഭവും അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള പ്രക്ഷോഭവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പം നടത്താൻ പോകുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥക്കെതിരെ അവർ ആഞ്ഞടിക്കാൻ പോവുകയാണ്. പന്തം കൊളുത്തി പ്രകടനവുമായി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് അവർ ഭയക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ഇനി എൻ്റെ ഏറ്റവും ഒടുവിലുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ DYFI വേണമെങ്കിൽ ബംഗ്ലാദേശിലെ ധാക്കയിലേക്കൊക്കെ മാർച്ച് നടത്തുകയും വേണമെങ്കിൽ അവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷെയ്ഖ് ഹസീനയെ ജയിപ്പിക്കാൻ നമ്മുടെ റഹീം ജോറാണ് ഷെയ്ഖ് ഹസീന ജോറാണ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ടിറങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജോറാണ് ഡോക്ടർ ജോറാണ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഡാൻസ് കളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡാൻസ് കളിച്ചുകൊണ്ട് അദ്ദേഹം എന്തായാലും തോറ്റു. പുതുപ്പള്ളിയിലും ജോറാണ് ജയിക്ക് ജോറാണെന്ന് വിളിച്ചുകൊണ്ട് ജയിക്ക് അവിടെ തോറ്റു. പിന്നെ നമുക്കറിയാം സരീൻ ജോറാണെന്ന് പറഞ്ഞ് വിളിച്ചില്ല, അത് അല്ലെങ്കിൽ തന്നെ ജോറായിട്ട് അവിടെ തോറ്റു. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇനി വേണമെങ്കിൽ ഷെയ്ഖ് ഹസീനയും അതുപോലെ വിജയിപ്പിക്കാൻ നമ്മുടെ റഹീമും നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസും ഒക്കെ ധാക്കയിലേക്ക് മാർച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനിപ്പോൾ 8% എത്ര കുറയും എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. അവരിൽ നിന്ന് എത്ര പേര് ഓടി ഇപ്പം തന്നെ ബംഗാളിലേക്ക് വന്നിട്ടുണ്ടാകും എന്ന് നമുക്കറിയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മറ്റൊരാൾ കൂടി രംഗപ്രവേശം ചെയ്യുന്നത്. എന്താണെങ്കിലും DYFIക്ക് ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം എടുക്കുമ്പോൾ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ഒരു BJP നേതാവ്, അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടിയൊന്നുമില്ല യഥാർത്ഥത്തിൽ. അദ്ദേഹം ഇപ്പോൾ ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. നേരത്തെ മമതാ ബാനർജിയുടെ കീഴിൽ ഉള്ള വലിയ നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാം അദ്ദേഹം BJPയിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ BJPയെ നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നോർത്ത് 24 പർഗനാസിലെ അവിടെ ബാസിർഘട്ടിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രചരണമുണ്ട്. അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവിടെ ഈ പറയുന്ന BJP നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയെ ആശ്രയിച്ചാണ് ബംഗ്ലാദേശ് കഴിയുന്നത്. ജാർഖണ്ഡിൽ നിന്നുള്ള വൈദ്യുതി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ 80% ഗ്രാമങ്ങളും ഇരുട്ടിലാകും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഏറ്റവും ഭീകരം. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ കയ്യിലുള്ള 2 റഫേൽ മിസൈൽ ഉപയോഗിച്ചാൽ ബംഗ്ലാദേശിലെ പ്രശ്നം തീരുമെന്നാണ്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇനിയിപ്പോൾ നമുക്കൊന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം. കാരണം ഒന്ന്, DYFIയുടെ പന്തംകുളത്തി പ്രകടനവും കൂടാതെ നമ്മുടെ സുവേന്ദു അധികാരിയുടെ 2 റഫേൽ മിസൈലും കൂടി വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും. ആ പാവപ്പെട്ട അന്നന്നത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന മക്കളുമായിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ പോലും ഇവർക്കൊന്നും പ്രശ്നമല്ലെന്നും പകരം ഇവിടെ കിട്ടുന്ന വോട്ടും അതെങ്ങനെ സമാഹരിക്കാമെന്നുള്ള വാചകമടികളും മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹമൊന്നും ഇവർക്ക് പ്രശ്നമല്ലെന്നും ഏറ്റവും കുറഞ്ഞ പക്ഷം മനുഷ്യ സ്നേഹമാണ് മാർക്സിസം എന്നുള്ള ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണ് മാർക്സിസം എന്നൊക്കെ കവിത എഴുതിയ മിസ്റ്റർ കാട്ടാക്കട മുരുകനെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകുള്ളൂ.